ഉപകാരപ്പെട്ടേക്കാം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഒരു മീം കാണലില്ലേ? ഈ മീം എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നറിയോ? അവിടെ നിർത്തൽ നിർബന്ധമായ സ്ഥലമാണ്. ഇനി ഇതുപോലെയുള്ള ജീം നമ്മൾ പല സ്ഥലങ്ങളിലും കാണലില്ലേ? ഇത് സൂചിപ്പിക്കുന്നത് നിർത്തൽ അനുവദനീയമായ സ്ഥലമാണ്. അവിടെ നമുക്ക് നിർത്താം, നിർത്താതിരിക്കാം. ഇനി സ്വാദും ലാമും കൂടി ചേർന്നിട്ട് ഒരടയാളം, ഇത് ഖുർആനിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണലുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അവിടെ വേണമെങ്കിൽ നിർത്താം, നിർത്താതിരിക്കാം, എങ്കിലും ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് എന്നതാണ്. അതുപോലെ ഖാഫും ലാമും കൂടി ചേർന്നിട്ടുള്ള ഒരടയാളം, ഇത് സൂചിപ്പിക്കുന്നത് അവിടെയും നിർത്താം, നിർത്താതിരിക്കാം, പക്ഷെ നിർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലെയുള്ള 3 ഡോട്ട് 2 സ്ഥലങ്ങളിലായിട്ട് കാണും. ഇത് അടുത്തടുത്ത 2 സ്ഥലങ്ങളിലായിട്ടായിരിക്കും വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? രണ്ടാൽ ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താം, എന്നാൽ ഒരു സ്ഥലത്ത് നിർത്തിയാൽ മറ്റേ സ്ഥലത്ത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണം ഒന്ന് കേട്ടു നോക്കാം. ഇനി ഇതുപോലെയുള്ള സീന് കാണലുണ്ടല്ലോ, ഇത് സക്കത്തയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ നിർത്തണം, എന്നാൽ ശ്വാസം വിടാൻ പാടില്ല. ശ്വാസം വിടാതെയുള്ള ഒരു നൃത്തം, അതാണ് അവിടെ ഓതേണ്ടുന്നത്. അതിന്റെ ഉദാഹരണം ഞാൻ ഇവിടെ കേൾപ്പിക്കാം.